ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും ചെയ്ത് നടപ്പിലാക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടണില്ല. എനിക്കതിനുള്ള ഒരു മോട്ടിവേഷൻ ഇല്ല. അതായത് പലതും ഞാൻ ചെയ്തു തുടങ്ങണമൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് അതിനുള്ള മോട്ടിവേഷൻ ലഭിക്കുന്നില്ല. ഇങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളും എപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് വേണ്ടൊരു മോട്ടിവേഷൻ ലഭിക്കുന്നില്ല എന്ന്? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ കേവലം ഒരു മോട്ടിവേഷണൽ വീഡിയോ അല്ല, മറിച്ച് നിങ്ങൾക്ക് എപ്പോഴും മോട്ടിവേറ്റഡ് ആയി ഇരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ഈ പറഞ്ഞ കാര്യം വിട്ടേക്കുക. ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആയി നിൽക്കാൻ കഴിയും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ആ ഒരു സസ്റ്റൈനബിൾ മോട്ടിവേഷൻ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പോകാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന്. നമ്പർ 1, മോട്ടിവേഷൻ ഈസ് ആൻ ഇല്യൂഷൻ. അതായത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇല്യൂഷനാണ്. ശരിക്കും ഒരു ഇല്യൂഷനാണ് മോട്ടിവേഷൻ. കാരണം നമ്മുടെ ഫീലിങ്സുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമാണ് മോട്ടിവേഷൻ, അല്ലേ? ഇപ്പൊ നമ്മൾ 10 ഒരു വട്ടത്തിൽ നിന്ന് കൈയടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് സ്വയം ഒരിടത്തിരുന്ന് കണ്ണടച്ചുകൊണ്ട് 10 പേർ കൈയടിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടാക്കിയാൽ മോട്ടിവേഷൻ ഉണ്ടായിക്കൂടെ? അപ്പൊ മറ്റൊരാൾ നമുക്ക് മോട്ടിവേഷൻ തരാൻ, അല്ലെങ്കിൽ വേറൊരു സാഹചര്യം നമുക്ക് മോട്ടിവേഷൻ തരാൻ, ഇതിനൊക്കെ വെയിറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ തന്നെയല്ലേ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്? ഇതാണ് ദ ഫസ്റ്റ് തിങ്. മോട്ടിവേഷൻ ഈസ് ആൻ ഇല്യൂഷൻ എന്ന് തിരിച്ചറിയുക. നിങ്ങൾക്ക് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്ന് മാത്രമാണ് മോട്ടിവേഷൻ എന്ന് മനസ്സിലാക്കി അവനവനെ മോട്ടിവേറ്റ് ചെയ്യുന്ന സെൽഫ് മോട്ടിവേറ്റഡ് ആയ ഒരു വ്യക്തിയായി മാറാൻ തീരുമാനിക്കുക. താങ്കൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം, ഐ ആം എ സെൽഫ് മോട്ടിവേറ്റഡ് പേഴ്സൺ. ഐ ആം എ സെൽഫ് മോട്ടിവേറ്റഡ് പേഴ്സൺ. ISMP. ഐ ആം എ സെൽഫ് മോട്ടിവേറ്റഡ് പേഴ്സൺ. ഇത് റിപ്പീറ്റഡ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറിൽ പുതിയ പാറ്റേൺസ് ഉണ്ടാവും. ആ പാറ്റേൺസ് നിങ്ങളെ തന്നെ നിങ്ങളൊരു മോട്ടിവേറ്റഡ് പേഴ്സൺ ആക്കി മാറ്റാൻ സഹായിക്കും. പിന്നെ നിങ്ങൾ പറയില്ല എനിക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഇല്ല എന്ന് പറയില്ല. കാരണം അപ്പോൾ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളിത് പറഞ്ഞ് സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 2, ഡിസ്കവർ യുവർ വൈ. അതായത് വെറുതെ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് മാത്രം നമുക്കത് നേടിയെടുക്കാൻ കഴിയില്ല. അതിന് പുറകിൽ കൃത്യമായ റീസൺ വേണം, കൃത്യമായ ഒരു കാരണം വേണം. ഇപ്പോൾ നമ്മൾ കാണാറുണ്ടല്ലേ, ചില വ്യക്തികൾ, ചില സ്ത്രീകളൊക്കെ അവർക്ക് തീരെ വയ്യാണ്ട് കിടക്കും, ഒരു 100 ഡിഗ്രി 104 ഡിഗ്രി പനിയിലൊക്കെ കിടക്കുകയായിരിക്കും. പക്ഷേ ഈ വ്യക്തി ചിലപ്പോൾ 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഒക്കെ റോട്ടിൽ കൂടെ നടക്കുകയും ഓടുകയൊക്കെ ചെയ്ത സിറ്റുവേഷൻ ഉണ്ട്. എപ്പോഴാ? തൻ്റെ കുഞ്ഞിന് വയ്യാണ്ട് വരുമ്പോൾ, അല്ലേ? കാരണം എന്താ? ആ കുഞ്ഞെന്ന് പറയുന്നതിനോടുള്ള കണക്റ്റ് അത് ആ റീസണാണ്, അല്ലാതെ റോട്ടിൽ കൂടെ ഓടാൻ വേണ്ടി ഓടണമല്ല. ആ റീസൺ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഓടാനുള്ള ഊർജ്ജം ലഭിക്കണം. ഇതേപോലെ നമുക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കും കൃത്യമായ റീസൺ ഉണ്ടെങ്കിൽ, കൃത്യമായ ഒരു കാരണമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ വൈ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ, ഒരു പ്രത്യേക എനർജി വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച് എടുക്കാനായിട്ട്. ഇപ്പൊ എനിക്ക് തീരെ വയ്യാത്തപ്പോഴും ക്ലാസ് എടുക്കാൻ കഴിയും, എനിക്ക് പനിയുള്ള സമയത്തും വീഡിയോ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്റെ വൈ ക്ലിയർ ആണ്. എനിക്ക് താങ്കൾ ഒരു ഇഗ്നിഷൻ തരണം, താങ്കൾക്കൊരു ചാർജ് അല്ലെങ്കിൽ പവർ തരണം. അതെനിക്ക് വ്യക്തമായ രീതിയിൽ എന്റെ റീസണാണ് അത്. ആ റീസൺ ഉള്ളിടത്തോളം കാലം എന്തൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എത്ര മറിഞ്ഞു വീണാലും ഇവിടെ നിന്ന് എണീറ്റ് വരാൻ പറ്റുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു റീസൺ ആണ്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വൈ നിങ്ങളോട് ചോദിക്കുക, അതൊന്ന് എഴുതി വെക്കുക. ഇഫ് യു ആർ റെഡി, ഐ ആം റെഡി എന്നർത്ഥം വരുന്ന രീതിയിൽ IR എന്ന് കമന്റ് ചെയ്യുക. ദയവായി കമന്റ് ചെയ്യണം. കാരണം ഇത് യൂട്യൂബ് ആണ്, ഞാൻ വൺ സൈഡ് ആയിട്ട് സംസാരിക്കുകയാണ്, അല്ല നിങ്ങൾ കേൾക്കുകയാണ്. പക്ഷെ അതിനൊരു എൻഗേജിങ് ആക്കുമ്പോൾ കുറച്ചൊരു രസമാണ്. അതുകൊണ്ടാണ് IR, ഐ ആം റെഡി എന്നൊന്ന് കമന്റ് ചെയ്യുക. 3, ബിൽഡ് റൈറ്റ് ഹാബിറ്റ്സ്. ശരിയായ ശീലങ്ങൾ ബിൽഡ് ചെയ്യുക. ശരിയായ ശീലങ്ങൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കാനാണല്ലോ മോട്ടിവേഷന്റെ ആവശ്യം വരുന്നത്. അപ്പൊ ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ചില ഹാബിറ്റുകൾ നിങ്ങൾ ബിൽഡ് ചെയ്യണം. ഇപ്പോ യൂട്യൂബിൽ ഒരു 1 ലക്ഷം സബ്സ്ക്രൈബർ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷെ എനിക്കൊരു മോട്ടിവേഷൻ ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യമില്ല. മറിച്ച് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഡെയിലി വീഡിയോ ചെയ്യുന്ന, അല്ലെങ്കിൽ വീക്ക്ലി വീഡിയോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഏത് ഗ്യാപ്പിലാണോ വീഡിയോ ചെയ്യുന്നത് അത് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം. ആ വീഡിയോ ചെയ്യുന്ന ശീലം ഞാൻ ഉണ്ടാക്കിയെടുക്കണം. വേണ്ടേ? സീരിയസ്ലി വേണം. ഇതേപോലെ ഏത് മേഖലയാണെങ്കിലും ആ മേഖലയുമായി ബന്ധപ്പെട്ട കൃത്യമായ ശീലങ്ങൾ ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ എന്ത് ശീലമാണ് ബിൽഡ് ചെയ്യേണ്ടത്? ധാരാളം ശീലങ്ങൾ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് യൂട്യൂബിന്റെ ഒരു പെർട്ടിക്കുലർ ഡൊമൈൻ എടുത്താൽ ഞാൻ സ്ക്രിപ്റ്റ് ഉണ്ടാക്കേണ്ടതുണ്ട്, അല്ലേ? അത് ഡെലിവറി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്, അത് കൃത്യമായ രീതിയിൽ വീഡിയോഗ്രാഫ് ചെയ്യേണ്ടതുണ്ട്, അതിനെ എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്, അത് പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്, അത് ആളുകൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പ്രോസസ് ഉണ്ട്. ഇത് എന്റെ ശീലമായി മാറുന്നത് പോലെ താങ്കളുടെ മേഖലയിൽ താങ്കൾക്ക് എന്താണ് അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കേണ്ടത്? എന്താണ് ആ ശീലം എന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. 4, ചേഞ്ച് യുവർ എൻവയോൺമെന്റ്. അതായത് ഇപ്പൊ ചില ആളുകൾ എപ്പോഴും നമ്മൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് നെഗറ്റീവായി സംസാരിക്കുന്ന ആളുകളാണെന്നിരിക്കട്ടെ.
അതായത് നിങ്ങളെ കൊള്ളൂല, അത് നിങ്ങൾ കുറ്റം പറയുക, നിങ്ങളെ കളിയാക്കുക, നിങ്ങളെ മോശമാക്കി സംസാരിക്കുക, നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുച്ഛത്തോടു കൂടി സമീപിക്കുക. ആ എൻവയോൺമെന്റിൽ നിങ്ങൾക്ക് വളരുക എന്നുള്ളത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം എന്താ? നമുക്ക് നമ്മളിലുള്ള സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ നമുക്ക് നമ്മളിലുള്ള വിശ്വാസം തന്നെ കുറയും. നമ്മളുള്ള വിശ്വാസം കുറഞ്ഞ പിന്നെ എങ്ങനെ മോട്ടിവേഷൻ കിട്ടണം? ശരിയല്ലേ? അതുകൊണ്ട് ഹയർ ലെവൽ ചിന്തിക്കുന്ന, ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള ഒരു എൻവയോൺമെന്റിലേക്ക് നമ്മളെ പ്ലേസ് ചെയ്യുക. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നൊരു എക്സ്ക്യൂസ് ഉണ്ട്, എൻ്റെ വീട്ടിൽ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ല, അല്ല എൻ്റെ കൂട്ടുകാർ അങ്ങനെയൊന്നും അല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഭൂമിയിലേക്ക് വന്നപ്പോ ഈ കൂട്ടുകാർ അപ്പോഴേ ഉണ്ടായിരുന്നവരല്ലല്ലോ. ഈ ബന്ധുക്കളും നമുക്ക് ജനിച്ചപ്പോഴേ ഉണ്ടായവരല്ല, നമുക്ക് തിരിച്ചറിവ് വന്നപ്പോഴേ അവർ ബന്ധുക്കളായ. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുത്ത അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാന്നേ. അതുപോലെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് പറ്റുമെന്ന് തീരുമാനിച്ചാൽ മതി, അതിനായിട്ട് ഇറങ്ങി തിരിച്ചാൽ മതി. യു ക്യാൻ ബിൽഡ് സച്ച് റിലേഷൻ. അപ്പൊ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ വളരണം, വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഒരു കമന്റ് ഇട്ടേക്കാം, ഷെയർ യുവർ തോട്ട്സ് എന്നൊരു കമന്റ് ഇട്ടേക്കാം. ആ കമന്റിന്റെ താഴെ വന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക, എനിക്ക് വിജയിക്കണം. അങ്ങനെ നിങ്ങൾ കുറച്ചുപേർ അങ്ങോട്ട് കൂടും സൗഹൃദത്തിലായാൽ മതി. നിങ്ങൾക്ക് മുൻപോട്ട് പോകാനുള്ള എനർജി തരുന്ന അത്തരത്തിലുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ദർ ആർ മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. ഈ ഓപ്ഷൻ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇതിന്റെ താഴെ കമന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതേ രീതിയിലുള്ള ആൾക്കാരുടെ സൗഹൃദത്തിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ചാർജ് അല്ലെങ്കിൽ ഒരു എനർജി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പഠിക്കും. അത് ഇവിടെ തന്നെ സ്ഥിരമായിട്ട് ചെയ്യാനല്ല, മറിച്ച് ആ സ്കില്ല് ഇവിടെ നിന്ന് തുടങ്ങുക. ദെൻ യു ക്യാൻ ഡു ഇൻ ദ ഓപ്പൺ ഏരിയ. തുടർന്ന് നിങ്ങൾ പോകുന്ന മേഖലയിലൊക്കെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ദെൻ 5, റിവാർഡ് സ്മോൾ വിൻസ്. പലപ്പോഴും പറ്റുന്നൊരു കാര്യമുണ്ട്, എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ അച്ചീവ്മെന്റ് വളരെ ചെറുതാണല്ലോ, പക്ഷെ അയാൾ ഉണ്ടാക്കിയത് വലിയ അച്ചീവ്മെന്റ് ആണല്ലോ. അപ്പൊ എൻ്റെ അച്ചീവ്മെന്റ് വളരെ മോശമല്ലേ? അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. കാര്യം നിങ്ങളുടെ ബുക്കിൽ 1ാമത്തെ പേജ് ആയത്, അയാളുടെ ബുക്കിൽ 40ാമത്തെ പേജാ. ഈ 1ാമത്തെ പേജും 40ാമത്തെ പേജും നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ അച്ചീവ്മെന്റ് നമുക്ക് വലുത് തന്നെ ആയിരിക്കണം. നമ്മൾ ആ ചെറിയ അച്ചീവ്മെന്റിനെ വാലിഡേറ്റ് ചെയ്യണം. അതൊരു ഗ്രാറ്റിറ്റ്യൂഡാണ്, ഒരു നന്ദിയാണ്. എനിക്ക് കിട്ടിയ കാര്യത്തിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ നന്ദി. അതുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത കാര്യം ചെയ്യാനുള്ള ഒരു എനർജി കിട്ടും. നമ്മൾ ഗെയിം കളിക്കുമ്പോൾ എങ്ങനെയാ, ആദ്യം തന്നെ 50ാമത്തെ ലെവൽ ജയിച്ചാലേ സന്തോഷമുള്ളൂ എന്ന് തീരുമാനിക്കുമോ? ഫസ്റ്റ് ലെവൽ കളിച്ചിട്ടല്ലേ സെക്കൻഡ് ലെവൽ കളിക്കണത്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ചെറിയ സക്സസ് ആണെങ്കിൽ പോലും അതിൽ സന്തോഷം കണ്ടെത്തുക, അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റിമെയിൻ ദാറ്റ് മോട്ടിവേഷൻ. 6, സെറ്റ് മാഗ്നറ്റിക് ഗോൾ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മാഗ്നറ്റിക് ഗോൾ സെറ്റ് ചെയ്യുക. മാഗ്നറ്റിക് ഗോൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം ഗോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഗോൾ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം. പക്ഷെ രസകരമായ കാര്യം എന്ന് പറയാം, ഈ ലോകത്തിൽ വൻ സക്സസ് ഉണ്ടാക്കുന്ന ഒരു 3% ആൾക്കാരേ ഉള്ളൂ. ബാക്കി 97% സക്സസ് ഉണ്ടാക്കണില്ല, അല്ലെ അവർ ആഗ്രഹിക്കുന്ന ഉണ്ടാക്കാൻ കഴിയണില്ല. എന്താ കാരണം? കാരണം എന്ന് വെച്ചാൽ ലോകത്തിലേണ്ട് 60% ആളുകൾക്കാണ് കൃത്യമായി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളത് കേട്ടോ. പക്ഷെ 60% ഇതുണ്ടെങ്കിലും 25% ആളുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു പർട്ടിക്കുലർ സ്വപ്നത്തെ ഒരു ഗോളാക്കി മാറ്റിയിരിക്കുന്നത്. അതിൽ തന്നെയാണ് 12% ആൾക്കാർ എഴുതി വെച്ചിട്ടുള്ളൂ. ആ എഴുതി വെച്ച ആൾക്കാർ 12% ഉണ്ട്. അപ്പൊ തന്നെ എത്ര എല്ലാം കൂടെ 97% അല്ലേ? 60, 25, 85, 85, 12, 97%. പിന്നെയുള്ളൊരു 3%ത്തിന്റെ പ്രത്യേകത, അവരറിഞ്ഞോ അറിയാതെയോ ഗോൾ സെറ്റിംഗ് എന്ന പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരറിയാതെ അഫർമേഷൻ, അവരറിയാതെ വിഷ്വലൈസേഷൻ, അവരറിയാതെ ആക്ഷൻ പ്ലാൻ, അവരറിയാതെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യാനൊരു അവസരമുണ്ട്. കാരണം ഞാനൊരു ലൈഫിൽ ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉള്ളതിനെ കൃത്യമായ ഒരു പ്രോസസ്സിലൂടെ കടത്തിവിട്ട് ഒരു മാഗ്നറ്റിക് ഗോൾ ആക്കിയ വ്യക്തിയാണ്, അത് നേടിയെടുക്കുകയും ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും അവർക്കും ഇതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ താങ്കൾക്കും അതേപോലെ ഒരു ഗോൾ ലൈഫിൽ സെറ്റ് ചെയ്യണമെങ്കിൽ, മാഗ്നറ്റിക് ഗോൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മോട്ടിവേഷൻ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു കൃത്യമായ ഗോൾ ഉള്ളപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഉഷാറായിട്ട് പ്രവർത്തിക്കും അല്ലേ? ഒരു സ്ഥലത്ത് എത്തണമെന്ന് ആഗ്രഹിച്ച് വണ്ടി ഓടിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നമ്മൾ പോയില്ലേ? അതേസമയം ഒരു സ്ഥലം അറിയാൻ പാടില്ലാണ്ട് പോയി എങ്ങനെ ഇരിക്കും? ഇതുപോലെയാണ് ജീവിതത്തിൽ ഒരു മാഗ്നറ്റിക് ഗോളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 5 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെ കൃത്യമായ ഗോൾസ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, കൂടാതെ കമന്റിലും കൊടുത്തേക്കാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അതിലുള്ള ഈ ഒരു കോഴ്സ്, മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് കോഴ്സ് പർച്ചേസ് ചെയ്യുക. 5 ദിവസം കൃത്യമായി അറ്റൻഡ് ചെയ്യുക. നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുമ്പോഴാണ് നമ്മൾ വളരുന്നത്. സോ ഡു ദാറ്റ്. താങ്കൾ ഈ വീഡിയോ കാണുന്നതുകൊണ്ട് തന്നെ എനിക്കറിയാം താങ്കൾ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് റിമെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇതൊരു ഫ്രീ വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ താങ്കളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. ഇതിൽ പറയുന്ന കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. പക്ഷെ അതല്ല, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടൊരു മാഗ്നറ്റിക് ഗോൾ സെറ്റ് ചെയ്ത് ശക്തമായി വളരെ സന്തോഷത്തോടെ ഉണർന്ന് ഡെയിലി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടേക്ക് ആക്ഷൻ നൗ. ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ടേക്ക് ആക്ഷൻ നൗ ആൻഡ് ഡു ദിസ് ഫോർ 5 days ആൻഡ് ട്രാൻസ്ഫോം യുവർ എൻറ്റയർ ലൈഫ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത്
മോട്ടിവേഷൻ എപ്പോഴൊക്കെയാണ് ഒരു വ്യക്തിക്ക് പോകുന്നത്, അല്ലെങ്കിൽ മോട്ടിവേഷൻ എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അതിൽ ആദ്യം പറഞ്ഞു മോട്ടിവേഷൻ ഒരു ഇല്യൂഷൻ ആണ്, നമ്മുടെ ഒരു പെർട്ടിക്കുലർ മാനസിക ഭാവമാണത്, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കണം. 2, എന്തിനാണ് ഞാനൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഡിസ്കവർ യുവർ വൈ. ദെൻ ബിൽഡ് റൈറ്റ് ഹാബിറ്റ്, ശരിയായ ശീലങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി ബിൽഡ് ചെയ്യുക. എൻവയോൺമെന്റിൽ ഒരു മാറ്റം വരുത്തി ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. ചെറിയ ചെറിയ സക്സസിനെ പോലും നമ്മൾ അതിലൊരു സന്തോഷം കണ്ടെത്തുക, സെലിബ്രേറ്റ് ചെയ്യുക. ആൻഡ് ക്ലിയർ ആയ മാഗ്നറ്റിക് ഗോൾ സെറ്റ് ചെയ്യുക. പലപ്പോഴും അത് അറിയില്ല എന്ന് പറഞ്ഞാണ് ആളുകൾ ഇരിക്കുന്നത്. അറിയേണ്ട കാര്യമൊന്നുമില്ല. കൃത്യമായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നമ്മുടെ ആപ്പിൽ ഞാൻ പറയുന്നുണ്ട്. 1,00,000 ആളുകളുടെ ജീവിതത്തിൽ ഗോൾ സെറ്റ് ചെയ്യിപ്പിക്കുക എന്ന വലിയൊരു മിഷനോട് കൂടിയാണ് ഞാൻ ഒരു വർക്ക്ഷോപ്പ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും താങ്കളുടെ ജീവിതത്തിലും ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതേപോലുള്ള വീഡിയോസ് കാണുന്ന ഇഷ്ടമാണെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.